സാഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന 5 വാർത്തകൾ. ആസിയാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കില്ലെന്ന് റിപ്പോർട്ട്. വെർച്വലായിട്ടായിരിക്കും പ്രധാനമന്ത്രി പങ്കെടുക്കുക. ഇതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച അഭ്യൂഹങ്ങൾക്ക് വിരാമമായിരിക്കുകയാണ്. രാജ്യത്തെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആയിരിക്കും പങ്കെടുക്കുക എന്ന് വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തു. താമ്രത്തിൽ നിന്ന് ചെങ്കൽപ്പേട്ടിലേക്ക് 4ാം റെയിൽവേ പാത അനുവദിച്ച റെയിൽവേ മന്ത്രാലയം. 30.2 കിലോമീറ്റർ ദൂരത്തിലേക്കുള്ള പാതയ്ക്ക് 713.56 കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചത്. സബർബൻ എക്സ്പ്രസ് ചരക്ക് വണ്ടികൾക്കായി 3 റെയിൽവേ പാതകൾ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് സമയകൃത്യതയ്ക്ക് വലിയ തടസ്സം സൃഷ്ടിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ റെയിൽവേ പാതയ്ക്ക് അനുമതി നൽകിയത്. അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട ചാരസുന്ദരിക്ക് പുതിയ ചുമതല നൽകി റഷ്യ. ചാരസുന്ദരിയായ അന്ന ചാപ്മാനെയെ നിലവിൽ റഷ്യൻ ഇന്റലിജൻസ് മ്യൂസിയത്തിന്റെ മേധാവിയായാണ് നിയമിച്ചിരിക്കുന്നത്. മോസ്കോയിലെ ഗോൾക്കി പാർക്കിലാണ് പുതിയ മ്യൂസിയം. ഒക്ടോബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ 27 മുതൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. 812 കോടി രൂപയാണ് ഇതിലേക്കായുള്ള നീക്കിയിരിപ്പ്. 62 ലക്ഷം പേർക്കാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത്. 1600 രൂപയാണ് ഒരാൾക്ക് നിലവിലെ ക്ഷേമ പെൻഷൻ. കൂടുതൽ അഗ്നിവീർ പൗരന്മാരെ സേനയിൽ നിലനിർത്തുമെന്ന് സൈന്യം. നിലവിൽ 25% അഗ്നിവീറുകളെയാണ് നിലനിർത്തുന്നത്. ഇത് 75% വരെ ആക്കുമെന്നാണ് ലഭ്യമായ വിവരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.